ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വില്യാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് പോകുക കേട്ടോ. രാവിലെ 6:20 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പാലക്കാട് ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന പോക്കിൽ നമ്മൾ ഒരുപാട് മലകളും പാടങ്ങളൊക്കെ കണ്ട് പച്ചപ്പൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ സൺറൈസ് ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പോണ പോക്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ പൊന്തി വരുന്നത് കാണാൻ ഒരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു എന്താ പറയുക, മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒന്നായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം പുള്ളിയെ തന്നെ വാച്ച് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. പോകുന്ന പോക്കിലൊരു മരം വീണ് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നെല്ലാം നമ്മൾ പാസ് ചെയ്തിട്ട് ഏകദേശം ഒരു എന്താ പറയുക 90 കിലോമീറ്ററോളം ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് വില്യാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഓരോ കിലോമീറ്ററും ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു, ഇങ്ങനെ എത്താനായല്ലോ എന്നുള്ളത്. ആമിക്കുട്ടിയാണെങ്കിൽ 1 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങിയിട്ട് എണീറ്റിട്ടാട്ടോ അപ്പോൾ ഈ ചിരിച്ച് തരുന്നത്. അപ്പോൾ ബൈക്കിലിരുന്ന് പോകുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പുറം വേദനയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു എന്ന്. കാരണം ഒരേ ഇരിപ്പ് ഇരുന്നിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. എനിക്ക് ഏറെ ഇഷ്ടമാണ് ബൈക്കിൽ പോകുന്നത്, ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ വിളിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഹനുമാനുള്ള വടമാലയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെ പോയിട്ട് അതൊന്ന് റെസിപ്റ്റൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങി തൊഴുത് വരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് സുധിയും ആമിയും വരുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസാണ് ഈ ഒരു അമ്പലത്തിൽ. ഭയങ്കര ശാന്തത, കാം ആൻഡ് ക്വയറ്റ്, ആ ഒരു വൈബാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാമനും ലക്ഷ്മണനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു ഇത്. അത്യാവശ്യം തിരക്കുണ്ട്, വഴിപാടൊക്കെ ചെയ്യുന്ന സ്ഥലത്തൊക്കെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ ചിത്രങ്ങളിൽ, അതായത് സിനിമകളിലൊക്കെയാണ് ഞാൻ ഈ ഇടയ്ക്ക കൊട്ടുന്ന സീനൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഡിലേ ആയി, കാരണം അവിടെ നട അടച്ച് പൂജ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ആൽമരത്തിൻ്റെ ചോട്ടിൽ കുറേ നേരം നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു. ആമിക്കുട്ടിയാണെങ്കിൽ അടിപൊളിയായിട്ട് പോസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ നിന്നാണ് അവളത് പഠിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. ഒരുപാട് സ്വീറ്റായിട്ടാണ് നിന്ന് തരുന്നത് കേട്ടോ. എടുത്തോ അമ്മേന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു താമരക്കുളമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റിൻ്റെ ഒരു ടാങ്ക് പോലെ സെറ്റ് ചെയ്തിട്ട്. പിന്നെ അതെ അച്ഛനും മോളും കൂടി പടിക്കെട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകണം അവിടെ എന്താണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടെ തന്നെ ഞാനും പോകുന്നുണ്ട് അവിടെ എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അവിടെ റോഡാണ്, സൈഡിലേക്കുള്ള റോഡാണ് അവിടെ കണ്ടത്. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറുകയാണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സുന്ദരിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി പോസിങ് കേട്ടോ. അത് കാണേണ്ട തന്നെയാണ്. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നു. നമ്മൾ കാണുന്ന സരസ്വതി മണ്ഡപം പോലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് ആ കല്ല് വെച്ചിട്ട് അവിടെ ഹരിശ്രീ ഗണപതായൊക്കെ എഴുതാം. അവിടെ ആൾക്കാർ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറക്കാട്ടുകാവ് വന്നിട്ട് അവിടെയും തൊഴുതിട്ടാണ് തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു ചായക്കട നോക്കിയെങ്കിലും നമുക്കൊരു ചായക്കട കിട്ടിയില്ല കേട്ടോ. ഏകദേശം ഒരു 30 കിലോമീറ്ററോളം റൺ ചെയ്തിട്ടാണ് നമുക്കൊരു ചായക്കട കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ കാണാൻ, കാഴ്ചയ്ക്ക് കണ്ണിന് കുളിർമ തരുന്ന ഒരുപാട് കാഴ്ചകൾ ഉണ്ടെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം പാലക്കാട് ഇല്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഇതിന് മുന്നും നമ്മളെ ഡ്രസ്സ് എടുക്കാനൊക്കെ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അന്നും ഇതുപോലെ തന്നെ ഫുഡ് കിട്ടാതെ വലയുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മളിതാ ഈ ഒരു വെള്ളത്തിൻ്റെ ഡാമൊക്കെ കണ്ടിട്ട് അങ്ങനെ വൈബടിച്ച് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു അമ്പലത്തേക്ക് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ മുന്നേ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഒരു അടിപൊളി സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ഇപ്പോഴാണ് ചെയ്യുന്നത്. ചെയ്യാനൊക്കെ മടിയായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ചെയ്യണമല്ലോ, നമ്മൾ തുടങ്ങി വെച്ചതല്ലേ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ഒന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കും കേട്ടോ. ഭാരതപ്പുഴയുടെ തീരാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ശരി, ബൈ.